ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടത്തിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കത് ദഹിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവര് പലതരത്തിലും ഇതിന് കൗണ്ടർ ചെയ്തുകൊണ്ട് ഇന്ത്യ അങ്ങനെ വലിയ ശക്തിയൊന്നും അല്ല എന്ന തരത്തിൽ പറയാനായിട്ട് തുടങ്ങും. അതായത് ഈ പല രാജ്യങ്ങളുടെയും GDP പെർ ക്യാപിറ്റ എടുത്തു വെച്ച് കമ്പയർ ചെയ്ത് കൊണ്ടുവരും. ഇന്ത്യയിൽ പകുതി പേര് പട്ടിണിയിലാണെന്ന് പറഞ്ഞുകൊണ്ടുവരും. ഇങ്ങനെ കുറെ കണക്കുകളുമായിട്ട് ഇവർ വരും. അങ്ങനെ ഒരു കണക്കുമായിട്ട് ഒരാൾ വന്നിരിക്കുന്നത് ഒരു അനലിസ്റ്റ് ആയിട്ടുള്ള ഹർദിക് ജോഷി എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ഇതിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 105-ാമതാണ് ഇന്ത്യയുടെ റാങ്ക് 2024. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷന്റെ പകുതിയിലധികം പേർക്കും ഇപ്പോഴും 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇന്ത്യ ലോകത്ത് ഈ ഹങ്കർ ഇൻഡെക്സിൽ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 105-ാം സ്ഥാനത്ത് എത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹർദിക്കിനെ പോലെ പലരും എത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇവരുടെയൊക്കെ ഇന്ത്യ വിരുദ്ധത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഫാക്ട് വെച്ചാണല്ലോ എപ്പോഴും സംസാരിക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സാധാരണ രാജ്യമല്ല നമ്മുടേത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം ഉള്ള രാജ്യമാണ് ഇന്ത്യ. എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സൗജന്യ ഭക്ഷണ വിതരണ സമ്പ്രദായമുള്ളത് ഇന്ത്യയിലാണ്. വികസിത രാഷ്ട്രമായ അമേരിക്കയിലോ വികസിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിലോ ലോകത്തെ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത അത്ര വലുപ്പമുള്ള ഒരു ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ GHI എന്ന് പറയുന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റാങ്കിങ് എന്ന് പറയുന്നത് സമ്പൂർണമായും തെറ്റാണ്. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് റേഷൻ വിതരണ സമ്പ്രദായമുണ്ട്. ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യമായിട്ട് അവരുടെ പൗരന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നമുക്കറിയാം പെർ പേഴ്സണ് 5 കിലോ റൈസ് അല്ലെങ്കിൽ വീറ്റ് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബത്തില് അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഓരോ സ്ഥലത്തും അരിയോ ഗോതമ്പോ ഒക്കെ വിതരണം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അനുബന്ധ സാധനങ്ങളും ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. PM ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ഏകദേശം 80 കോടിയോളം പേർക്ക് സൗജന്യമായിട്ട് ഭക്ഷണ സാമഗ്രികൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിവിടെ തരംതിരിച്ചിട്ടുള്ളത് പോലെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലും താഴെയും എന്നൊക്കെ പറഞ്ഞാൽ പോലും എല്ലാ വിഭാഗം മനുഷ്യർക്കും ഒരു നിശ്ചിത കണക്കിന് റേഷൻ കടകൾ പോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വഴി ആവശ്യത്തിന് ഭക്ഷണ വിതരണം നടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പകുതിയോളം പേര്, ടോട്ടൽ പോപ്പുലേഷന്റെ പകുതിയോളം പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേര് പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നത് തികച്ചും വ്യാജമായ കാര്യമാണ്. ചിലപ്പോൾ ഒരു കാര്യം നമുക്ക് സമ്മതിക്കാം, ഈ വളരെ ഹൈ ക്വാളിറ്റിയുള്ള ഫുഡ് എല്ലാവർക്കും വാങ്ങാനും ഉപയോഗിക്കാനും കഴിയണമെന്നില്ല. ഇന്ത്യയിൽ നമ്മുടേതൊരു വികസ്വര രാജ്യമാണ്. ഇന്ത്യയിൽ ആരും പട്ടിണിയെ കിടക്കുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെ ടോട്ടൽ പോപ്പുലേഷന്റെ പകുതിയും പട്ടിണിയിലാണെന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ശ്രമം മാത്രമാണ്. ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ അത്രയും വലുതാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ മലയാളികളുടെ ജീവിതം. കേരളത്തിൽ നിന്ന് എവിടെയെല്ലാം പോയി ബിസിനസ് ചെയ്തിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തും പോയിട്ട് പല ബിസിനസ്സുകളും ചെയ്തിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും 100 കണക്കിന്, 1000 10,000 ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനും അത്യാവശ്യം നല്ല വേതനം കിട്ടാനുമുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ കുറച്ച് കൂടുതലായിട്ട് അതുണ്ട്. കേരളം കുറെ കൂടെ ഇന്ത്യയിൽ വികസിതമായ ഒരു മേഖല തന്നെയാണ്. ഞാൻ പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലല്ല, മറിച്ചൊരു സമൂഹം എന്ന നിലയിൽ കേരളം കുറെ കൂടി ഡെവലപ്ഡ് ആണ്. ഈ ഒരു സാഹചര്യം ഇതുപോലെ അല്ലെങ്കിലും ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് പല അന്താരാഷ്ട്ര ഏജൻസികളുടെയും എന്തോ ആവശ്യം പോലെയാണ്. ഇനി രണ്ടാമതായിട്ട് ഇവരെ പോലുള്ളവർ പറയുന്ന കാര്യം, ഇന്ത്യയുടെ ഈ ടോട്ടൽ GDP എന്ന് പറയുന്നത് ഫാക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ല. കാരണം ഇപ്പൊ 4 ട്രില്യൺ ഇന്ത്യ ടോട്ടൽ GDP പിന്നിട്ടു എന്ന് പറയുമ്പോൾ അതിൽ സമ്പത്തിന്റെ പകുതിയിലേറെയും വരുന്നത് സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണെന്നൊക്കെയുള്ള തട്ടുമുട്ട് ന്യായങ്ങൾ പറയാറുണ്ട്. അതായത് ഇന്ത്യയുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് $3000 അടുത്താണ് ഇപ്പോൾ. എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഇൻഇക്വാലിറ്റി ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഏതാണ്ട് ഇന്ത്യയിലെ 1% ടോട്ടൽ പോപ്പുലേഷന്റെ 1%മാണ് 40% നാഷണൽ വെൽത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ കൂട്ടർ പറഞ്ഞു വെക്കുന്നത്. അത് പൂർണ്ണമായും ശരിയല്ല. ഇവരൊന്നും കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ,
നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എടുക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളത് അമേരിക്കയിലാണ്. ഇലോൺ മസ്ക് തൊട്ട് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 പേരുടെ പട്ടിക എടുത്താൽ അതിലൊരു 8 പേരും അമേരിക്കക്കാരാണ്. അതുപോലെ ലോകത്തെ സമ്പന്നരായിട്ടുള്ള 100 പേരുടെ പട്ടിക എടുത്താൽ അതിലൊരു 50 പേരും ചിലപ്പോൾ അമേരിക്കക്കാരായിരിക്കും, അതിൽ കൂടുതലും അമേരിക്കക്കാരായിരിക്കും. അമേരിക്കയിലെ നമ്മൾ GDP എടുക്കുന്ന സമയത്ത് 30 ട്രില്യൺ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ പെർ ക്യാപിറ്റ 85,000-ഓളം ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കയിലെ ഏകദേശം 30% വരുന്ന രാജ്യത്തിന്റെ സമ്പത്തും 1% വരുന്ന സമ്പന്നരുടെ കയ്യിലാണ് എന്നുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഫാക്റ്റാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സമ്പന്നർ ലോകത്തുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യരും പ്രതിമാസം $85,000 അവിടെ ഉണ്ടാക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളതും ഏറ്റവും കൂടുതൽ ഇൻഇക്വാലിറ്റി ഉള്ളതും, ഇന്ത്യയെക്കാൾ കൂടുതൽ. കാരണം ഇത് GDP വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ അമേരിക്കയുടെ GDP എടുത്തു കഴിഞ്ഞാൽ ഈ $85,000 വെച്ച് എല്ലാവർക്കും പ്രതിവർഷം കിട്ടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ $1,000 തികച്ചു കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്, ഒരു ജോലി ഇല്ലാത്തവരുണ്ട്. അമേരിക്കയിൽ പോവർട്ടി 11.5% 2023 കണക്കനുസരിച്ച്. അമേരിക്കയിൽ ഏകദേശം 6,53,000 പേർക്ക് വീടുകളില്ല. ഹോംലെസ് പോപ്പുലേഷൻ അത്രയും ഉണ്ട് അവിടെ. അമേരിക്ക വെറും 30 കോടി മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ 145 കോടി പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. അപ്പോൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലവും ഉണ്ടത്. സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ ഗൾഫിലെ അറബികളും ഒരേപോലെ സാമ്പത്തികമുള്ളവരാണോ? സമ്പന്നരായിട്ടുള്ള കുറച്ച് പേര് കാണും. കേരളത്തിന്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളായിട്ടുള്ള ബ്രിട്ടനോ അല്ലെങ്കിൽ ഫ്രാൻസോ ജർമ്മനിയോ എടുക്കാം. അവിടെയും ഏറ്റവും പൈസ കയ്യിലുള്ള കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും. അവരാണ് ഏറ്റവും ടോപ്പ് ലെവലിലെ ബിസിനസ്സുകാർ. അവരെ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ അതിൽ കുറച്ച് പേരുടെ കയ്യിലാണ് അവരുടെ ടോട്ടൽ സമ്പത്തുള്ളത്. അവിടെ അവരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ളവര്. ആ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇലോൺ മസ്കും യൂസഫ് അലിയും മുകേഷ് അംബാനിയും ആകാൻ പറ്റില്ല എന്ന് മാത്രം. എല്ലാ മനുഷ്യർക്കും അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് ബൈജൂസ് എന്ന് പറയുന്ന ഒരാൾ വളരെ പെട്ടെന്നാണ് ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് വന്ന് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറിയത്. പക്ഷെ അയാളുടെ തന്നെ കയ്യിലിരിപ്പുണ്ട്, അയാൾ ഇടിഞ്ഞു തകർന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സമ്പന്നരാവാനും ബിസിനസ്സുകാരാവാനും പൈസക്കാരനാകാനുമുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവരുടെയും കയ്യിൽ ഇന്ത്യയിലുണ്ട്. എല്ലാവർക്കും ആ അവസരമുണ്ട്. അതിന് ബുദ്ധിയും കഴിവും ഉള്ളവർ അതിലേക്ക് ഉയർന്നു വരും. എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യവുമല്ല അത്. ഗവൺമെന്റിന്റെ ജോലി എല്ലാ ആളുകൾക്കും തുല്യമായിട്ട് പൈസ വിധിച്ചു കൊടുക്കണമെന്നുള്ളതല്ല. അവിടെ അവർക്ക് ബിസിനസ് ചെയ്യാൻ, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനേ ഗവൺമെന്റിന് പറ്റൂ. ബാക്കിയൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ സാധിക്കൂ ഏത് ഗവൺമെന്റിനും. ഈ ഇന്ത്യയിൽ ഇനിക്വാലിറ്റി ഉണ്ട്, ഇന്ത്യയിൽ ആളുകൾ പട്ടിണി കിടക്കുന്നു എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ മാത്രമല്ല, ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വികസിത രാഷ്ട്രമായ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് ആദ്യം കാണേണ്ടത്. രണ്ടാമത്, ഇന്ത്യക്കാർ പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എല്ലാ ഇന്ത്യക്കാരും പട്ടിണി കിടക്കുന്നില്ല. ഇന്ത്യയിൽ പട്ടിണി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന്റെ തന്നെ സ്കീമുകളുണ്ട് എല്ലാ വീടുകളിലേക്കും എല്ലാ ഭവനങ്ങളിലേക്കും അത്യാവശ്യം വേണ്ട റേഷനും മറ്റുമൊക്കെ എത്തിക്കാനായിട്ട്. കുടുംബത്തിൽ ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയാൽ ഭയങ്കര ലക്ഷറി ലൈഫൊന്നും എല്ലാവരെ കൊണ്ടും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ സാധാരണമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ആ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഇവർ ഈ പർവ്വതീകരിക്കുന്നത് പോലെ ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പകുതി പേര് പട്ടിണിയാണെന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ഇങ്ങനെ ഉയർന്നു വരുന്നത് സഹിക്കാൻ പറ്റാതെ വരുന്ന സായിപ്പന്മാരുടെയും അതുപോലെ ഇന്ത്യയിൽ തന്നെയുള്ള ചില ഇന്ത്യ വിരുദ്ധരുടെയും തലയിൽ ഉദിക്കുന്ന ആശയമാണിത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.